വെൽക്കം മാഡം. ഇത് മാർക്കറ്റിൽ വന്ന പുതിയ ഐറ്റമാണ്. റേറ്റ് കുറച്ച് കൂടുതലാണ് മാഡം, പക്ഷേ മാർക്കറ്റിൽ കൂടുതലായിട്ട് സെയിൽ ആവുന്ന ഒരു സാധനമാണ്. ഇതിന് മിസ് ചെയ്യരുത് മാഡം. ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുമോ? നിനക്ക് ഞാൻ ഒന്ന് തരാം. സോറി മാഡം, ഞാൻ ഇവിടുത്തെ ജീവനക്കാരനാണ്. ഇതിനു മുൻപ് ഷോപ്പ് ഓണർ ആയിരുന്നു. ഗിഫ്റ്റ് കൊടുത്ത ജോലിക്കാരനായത്. ഇത് നല്ല രസമുണ്ടല്ലേ? റിയലി വളരെ നന്നായിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തോളാം. അനിതേ, ഇത് സിമ്പിൾ ക്യൂട്ട് ആണല്ലേ? അതെ അതെ, നന്നായിട്ടുണ്ട്. ഞാൻ എടുത്തോളാം. സാറേ, ഇതോടെ പാക്ക് ചെയ്തേ. നല്ല ഭംഗിയുണ്ടല്ലേ? വൈറ്റ് എന്റെ ഫേവറേറ്റ് കളറാണ്. ഇത് എനിക്ക് വേണം. ഇത് ഭയങ്കര കഷ്ടം തന്നെയാ. ഞാൻ സെലക്ട് ചെയ്യുന്നൊക്കെ നീ എടുത്താൽ എങ്ങനെയാ? പിന്നെ എനിക്കെന്താ ഉള്ളത്? നോക്ക്, സാധാരണ എല്ലാരും അവരവർക്ക് ഇഷ്ടപ്പെട്ടതാ വാങ്ങിക്കാറ്. പക്ഷെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടതേ വാങ്ങിക്കുള്ളൂ. ഇത് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സാധനവും നിനക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം. എടി അനിതേ, നമുക്കൊന്ന് ലൈഫ് സ്റ്റൈലിൽ പോയാലോ? എന്തിനാ? കഴിഞ്ഞ തവണ പോയപ്പോ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ കണ്ടുവച്ചില്ലേ, അത് വാങ്ങിക്കാം. നീ ആള് കൊള്ളാം. നിനക്ക് ആ ചാൻസ് പോയേടി. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മേടിച്ചു. നാളെ ആരെങ്കിലും നീ പ്രേമിക്കില്ലേ, അതെന്നോട് പറയുമല്ലോ. അപ്പം നോക്കിക്കോ, അവനെ ഞാൻ പൊട്ടിക്കൊണ്ട് പോകും. അങ്ങോട്ട് ഇറങ്ങ. നീ ട്രൈ ചെയ്യ. ഓക്കെ. എന്റെ കാമുകന് നീ തട്ടിക്കൊണ്ടു പോവന്നോ? ദേഷ്യപ്പെടണ്ടടി, സത്യമല്ലേ പറഞ്ഞത്. നാളേക്ക് എന്തിനാക്കുന്നത്? ഇപ്പൊ തന്നെ നോക്കിക്കോ. ഇങ്ങനെ ഭയങ്കര സ്മാർട്ട് അല്ലേ? എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ തട്ടിക്കൊണ്ട് പോയിക്കാം. ഹലോ ബോസ്. ഹായ്, തന്റെ പേരെന്താ? എവിടെയാ താമസിക്കുന്നത്? നിന്റെ തിരിക്കും. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. സോറി. കണ്ടില്ലേ, നിന്റെ തമാശ വരണ അവനല്ലേ വീണത്? ഇതിലെങ്ങോട്ടാ? സിനിമയ്ക്ക്. ഇപ്പൊ സിനിമയ്ക്ക് എന്തിനാ? വേഗം വീട്ടിൽ ചെന്നിട്ട് തനിക്കിത്ര പണി എന്താണോ? ഭർത്താവിന്റെ കാല് തിരുമ്പി കൊടുക്കണോ? സ്റ്റോപ്പിൽ. അതിന്റെ പ്രശ്നം പറയാതെ. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഡാഡി വഴക്ക് പറയുന്നുള്ള പേടിയാ. ഞാൻ ഇന്ന് സിനിമ കാണുന്നത് ഫിക്സ് ചെയ്ത് പോയി. നിന്റെ ഒരു കാര്യം പറഞ്ഞ അക്ഷരം